നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലുണ്ടായ ജാതി വിവേചനം. രൂക്ഷ വിമർശനവുമായി കെ.സി. വേണുഗോപാൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടന്നത് ജാതി വിവേചനമാണെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട തൊഴിൽ ചെയ്യാനെത്തിയ മനുഷ്യനെ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്താനെടുത്ത തീരുമാനം കേരളത്തിന് എത്ര ഭൂഷണമാണെന്ന് ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി. കടയുടമയ്ക്ക് പരിക്ക്. പത്തനംതിട്ട കോന്നി വകയാറിലാണ് അപകടം. തട്ടുകടയിലുണ്ടായിരുന്ന കടയുടമ ശൈലജയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റു. കാറിലുണ്ടായിരുന്നവർക്കും നിസ്സാര പരിക്കേറ്റു. കുളത്തൂപ്പുഴ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൂന്നംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. ആര്യനാട് നെടുങ്കുഴി സ്വദേശി നിതിനെയാണ് മൂന്നംഗ സംഘം മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാങ്ങ കുരിശടി കണ്ടംമൂല സ്വദേശികളായ മനു, രാഹുൽ ഒപ്പം ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരാളുമാണ് നിതിനെ മർദ്ദിച്ചത്. മുൻവൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം. ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഞ്ചാവുമായി പിടിയിലായ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് ഗോപിനാഥിനെ ഫെഫ്കയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. 45 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ഇടുക്കിയിൽ വെച്ച് രഞ്ജിത്ത് പിടിയിലായിരുന്നു. RG വയനാട് എന്ന പേരിലും അറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥൻ വാഹന പരിശോധനയ്ക്കിടെയാണ് എക്സൈസിന്റെ പിടിയിലായത്. വാഗമൺ കേന്ദ്രീകരിച്ച് സിനിമാ ലൊക്കേഷനുകളിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നതായി എക്സൈസിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വാഗമണിൽ ചിത്രീകരണം നടക്കുന്ന അട്ടഹാസം എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെയാണ് കാഞ്ഞാർ വാഗമൺ റോഡിൽ വെച്ച് രഞ്ജിത്തിനെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൊച്ചിയിലെ വീട്ടിൽ നിന്നും കഞ്ചാവിന്റെ തണ്ടും വിത്തുകളും പനമ്പള്ളി നഗറിലെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ നിന്ന് കൂടുതൽ ലഹരി വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ട് ഇന്ത്യ. കിവീസിനെ മലർത്തിയടിച്ചു. ത്രില്ലർ മാർച്ചിനൊടുവിൽ ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ മുത്തമിട്ട രോഹിത് ശർമ്മയും സംഘവും. ദുബൈയിൽ നടന്ന ഫൈനൽ 4 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എടുത്തു. 49 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസാണ് ഇന്ത്യയുടെ മറുപടി. കിരീട നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയ ടീമായി ഇന്ത്യ മാറി. ക്യാപ്റ്റൻ ഇന്നിംഗ്സ് പുറത്തെടുത്ത രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ.